Welcome to MrUnbox and Travel. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഏകദേശം ഒരു മാസത്തിന് മുകളിലായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മടി കാരണം ഇന്ന് നാളെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയതാണ് ആ ഒരു റിവ്യൂ. എനിവേ Huawei Freebuds 6i ഇതാണ് ആ ഒരു പ്രോഡക്റ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാസത്തിന് മുകളിലായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞു പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് Huawei Freebuds 6i കൂടാതെ Type A to Type C ചാർജിങ് കേബിളും 2 പെയർ എക്സ്ട്രാ ഇയർ ടിപ്സുമാണ് വരുന്നത്. 3 കളേഴ്സിലാണ് ഈ ഒരു Freebuds 6i അവൈലബിൾ ആകുന്നത്. ബ്ലാക്കിലും ഇതുകൂടാതെ വൈറ്റ് ആൻഡ് പേർപ്പിളിൽ 5.4 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു Freebuds തന്നെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയിട്ടുള്ള Freebuds 5iൻ്റെ ഒരു സിമിലർ ഡിസൈൻ എന്ന് പറയാൻ സാധിക്കും. മാത്രമല്ല IP54 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കൂടിയാണ് ഈ ഒരു Freebuds 6i. ഈ ഒരു ഇയർബഡ്സ് നമുക്ക് മാനുവലി ബ്ലൂടൂത്ത് വഴി സെർച്ച് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ചില ഫംഗ്ഷൻസിൽ മാറ്റങ്ങളും കാര്യങ്ങളും വരുത്തണമെങ്കിൽ ഈ ഒരു Huawei AI ലൈഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൂടിയേ തീരൂ. അതിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നോയ്സ് കൺട്രോളിന് നമുക്ക് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബഡ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സൗണ്ട് എഫക്ട്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, അതുപോലെ തന്നെ ജസ്റ്റേഴ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, അതുപോലെ ഈ ഒരു Freebudsമായിട്ട് ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഈ ഒരു Huawei AI ലൈഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൂടിയേ തീരൂ. ഐഫോൺ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആപ്പ് സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. പക്ഷേ ആൻഡ്രോയിഡ് യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചില സ്മാർട്ട് ഫോണുകളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. അത്തരത്തിലുള്ളവർ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ APK ഏതെങ്കിലും ബ്രൗസറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു Freebuds 6iയിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ആണ്. പക്ഷേ അതൊരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൽ ഇന്റലിജൻസ് ഡയനാമിക് ANC ആണുള്ളത്. അതായത് നമ്മൾ ഏത് സെനേരിയോസിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള നോയ്സ് ക്യാൻസലേഷൻ ആയിരിക്കും ഈ ഒരു Freebuds 6i നമുക്ക് തരിക. അതായത് നമ്മൾ താരതമ്യേന വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത ആ ഒരു സെനേരിയോസിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു നോയ്സ് റിഡക്ഷനും, അതല്ല നമ്മൾ ഭയങ്കര ഒരു സൗണ്ടുള്ള ആ ഒരു എൻവയോൺമെൻറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ആ ഒരു നോയ്സ് റിഡക്ഷൻ ആണ് ഇതിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന ഏത് സെനേരിയോസിലാണെങ്കിൽ കൂടി നമ്മൾ ചെയ്യുന്ന കോള് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ആ ഒരു മ്യൂസിക് ഒക്കെ വളരെ ഒരു പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കത് കേൾക്കാനും ആസ്വദിക്കാനും സാധിക്കുന്നുണ്ട്. അത് ഏറ്റവും ഒരു മികച്ച ഒരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. സിംഗിൾ ചാർജിൽ നമുക്ക് 8 മണിക്കൂറോളം ANC ഓഫ് ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല ANC എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അപ് ടു 5 ഹവേഴ്സ് വരെ യൂസ് ചെയ്യാം. ഈ ഒരു കേസ് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളെങ്കിൽ 35 ഹവേഴ്സ് ആണ് ഇതിൻ്റെ മ്യൂസിക് പ്ലേബാക്ക് ടൈം എന്ന് പറയുന്നത്. അത് നമ്മൾ ANC എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ അപ് ടു 20 ഹവേഴ്സ് വരെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് ലഭിക്കുന്നതാണ്. ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് വരുന്നത്. IP54 റേറ്റഡോട് കൂടിയിട്ടുള്ള സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കൂടിയാണ് ഈ ഒരു Freebuds 6i. ഈ ഒരു ഇയർബഡ്സ് ശരിക്കും ഒരു മീഡിയം സൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സൈസ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ കംഫർട്ടിൻ്റെ സൈഡിലേക്ക് വരുന്നതാണെങ്കിൽ എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കണമെന്നില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി എത്ര വലിയ രീതിയിൽ ഷെയ്ക്ക് ആയാലും പോലും ഇത് നിലത്ത് വീഴുമെന്ന പേടിയില്ല. നല്ല കംഫർട്ടായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ 11mm ഡ്രൈവറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 3 മൈക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോളിംഗ് ക്വാളിറ്റിയുടെ കാര്യമെടുത്താലും മ്യൂസിക്കൽ എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മ്യൂസിക് കേൾക്കുന്ന സമയത്തൊക്കെ നല്ല ലൗഡായിട്ടുള്ള, അതുപോലെ തന്നെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ബേസൊക്കെ എനിക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റിയിൽ അത്യാവശ്യം മികച്ച രീതിയിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ജസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഇയർബഡ്സിലുള്ള പോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ അറ്റൻഡ് അല്ലെങ്കിൽ കോൾ ഡിസ്കണക്റ്റ് അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ, മ്യൂസിക് പോസ് എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മ്യൂസിക് നെക്സ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ട്രാക്ക് എന്നുള്ള രീതിയിൽ, അതുപോലെ ഇതിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേഷൻ ചെയ്യാം, അതുപോലെ ഡിസേബിൾ ചെയ്യാം. അവയർനെസ് മോഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് എടുത്ത് പറയേണ്ടതാണ് സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം അപ്പും, അതുപോലെ സ്വൈപ്പ് ഡൗൺ ചെയ്താൽ നമുക്ക് വോളിയം ഡൗണും ഇതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന സമയത്ത് ചെവിയിൽ നിന്ന് വെളിയിലെടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അത് പോസ് ആവുന്നതാണ്. പിന്നീട് ഇത്തരത്തിലുള്ള ജസ്റ്റേഴ്സിൽ എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു Huawei AI ലൈഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്.
ചില ആളുകൾക്കെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് ഈ ഒരു ഫ്രീബഡ്സ് 6i നമ്മൾ ഐഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്തരത്തിലായിരിക്കും ഇതിൻ്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി എന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ചില ഇയർബഡ്സ് നമുക്ക് ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന ആ ഒരു സൗണ്ട് ക്വാളിറ്റി ഐഫോണിൽ ലഭിക്കാറില്ല. പക്ഷേ ഞാൻ പേഴ്സണലി കണക്ട് ചെയ്തിരിക്കുന്നത് ഐഫോണിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും ഈ ഒരു ഫ്രീബഡ്സ് 6i ആൻഡ്രോയിഡിലും ഐഫോണിലും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് മ്യൂസിക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും കോൾ ക്വാളിറ്റി ആണെങ്കിലും രണ്ടും നല്ല സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരേ സമയം രണ്ട് ഡിവൈസിൽ ഈ ഒരു ഫ്രീബഡ്സ് 6i കണക്ട് ചെയ്യാൻ കൂടി സാധിക്കുന്നതാണ്. എനിവേ ഇതിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 219 ഖത്തർ റിയാലാണ് വരുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു ഡൈനാമിക് ANC ആ ഒരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും സൂപ്പർ ആണെന്ന് പറയാം. ബാറ്ററി ലൈഫും അത്യാവശ്യം നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ബജറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ച് ആണെങ്കിലും അതുപോലെ തന്നെ നല്ല ഡ്യൂറബിലിറ്റി ഉള്ള അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫ്രീബഡ്സ് ആണ് തേടുന്നെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഈ ഒരു Huawei Freebuds 6i എന്നത്. ഇനി എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്താണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.